വാസുവിന്റെ വീടല്ലേ? വാസുവിന്റെ വീടല്ല, പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്. ഹസ്ബൻഡ് നീ രാവിലെ ജോലിക്ക് പോയി സാറേ. ജോലിക്ക് പോയി? ജോലിക്ക് പോയി അല്ല, ഞാൻ കണ്ടതല്ലേ ഇപ്പൊ അകത്തൊരു ചുമന്ന ടവൽ കൊടുത്തോണ്ട് പുള്ളി ഇരിക്കുന്നത്. കണ്ടല്ലേ? ഓ കണ്ടായിരുന്നു. ആയിരിക്കും ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുളിക്കാൻ സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നു. ചേട്ടാ വാ. കുളിക്കാൻ സമയത്ത് ആരടി? നമസ്കാരം. മനസ്സിലായില്ല. വെരിഫിക്കേഷൻ ഉണ്ട്, പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചില്ല. എന്താ പേരെന്താ? മനോജ്. മനോജോ? പ്രകാശൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാറേ അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് സാറേ. വീട്ടിൽ വിളിക്കുന്നത്. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തമ്പി. ഇതിൽ മനോഹരൻ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. മനോഹരൻ തമ്പി. എന്താ ജോലി? എന്താ ജോലി? ഗൾഫിലാണ് സാറേ. ഗൾഫിലോ? എടാ ഞാൻ വന്ന പാസ്പോർട്ട് വെരിഫിക്കേഷനാ. ഈ പാസ്പോർട്ട് കിട്ടിയാൽ നിനക്ക് ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ. ഓ ഗൾഫിലൊരു ജോലി ശരിയായി. സാറ് ഈ പാസ്പോർട്ട് തന്നെ എനിക്ക് ഗൾഫിൽ പോകൂലേ? അങ്ങനെ നീ ഭയങ്കര കൺഫ്യൂഷൻ അടിപ്പിക്കാണോ? ഇതിനു മുമ്പ് കേസിൽ ഒരു കേസും പറ്റത്തില്ല. ഇന്ന് ചിലപ്പോ ഒരു കേസിൽ പെടും. നിങ്ങള് സീരിയലിലൊക്കെ ഉള്ള ഒരു നടിയല്ലേ? തുടക്ക സമയത്ത് ഞാൻ 1-2 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ഒന്നും കണ്ടിട്ടില്ലേ? സീരിയൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സിനിമ ഇപ്പൊ ഏതാ ചെയ്തത്? സിനിമ ഞാൻ ഒരു 10-25 സിനിമയോളം ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഒരു മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരു കോള് വരുന്നുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് ഡേറ്റോ? അയ്യോ എനിക്ക് അന്ന് ഡേറ്റേ ഇല്ല. ഞാൻ തിരക്കാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ മഞ്ജു വാര്യർ വെറുതെ ഇരിപ്പുണ്ട്, അവരെ വിളിച്ച് അഭിനയിപ്പിക്കേ. അല്ലെങ്കിൽ പിന്നെ ആ ഐശ്വര്യ റായ് വെറുതെ ഇരിക്കുന്നു, നയൻതാര വെറുതെ ഇരിക്കുന്നു, അവരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കേ. അവരൊക്കെ കഞ്ഞു കുടിച്ച് ജീവിക്കട്ടോ. ഞാൻ മാത്രമേ ചെയ്താൽ പറ്റൂന്ന് പറഞ്ഞ എല്ലാവർക്കും ജീവിക്കണ്ടേന്ന്. ശരി ശരി ശരി, എനിക്ക് എന്തായാലും ആ ഡേറ്റ് ഞാൻ ഒഴിവില്ല. നമ്മുടെ കല്യാണത്തിന് എന്തായാലും വീട്ടുകാർ സമ്മതിക്കില്ല. പിന്നെ കൊള്ളാവുന്ന വല്ല ചെക്കനായിരുന്നു അച്ഛൻ പിന്നെയും താന്തേനെ. എനിക്കെന്താ കുഴപ്പം? എനിക്ക് വലിക്കല കുടിക്കല, എനിക്ക് എന്താ കുറവാ? അങ്ങ് കൂടുതലാ. എന്ത്? ചേട്ടന്റെ പ്രായം കൂടുന്തോറും പക്വത കൂടിയല്ലേ? പക്വതയുടെ കേസ് പറയല്ലേ ചേട്ടാ. നാളൊരു തെങ്ങേലൊരു ഒറ്റമൈനനെ കണ്ടെന്നും പറഞ്ഞ് അതിനെ ഇരട്ടിപ്പിക്കാൻ 2 കൈയും എടുത്ത് കണ്ണെ കുത്തി തെങ്ങേന്നും വീട് 3 ആഴ്ചയല്ലേ ചേട്ടാ ആശുപത്രി കിടന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. ഞാൻ മലയാളം മീഡിയം, അതുകൊണ്ട് ഐ പുട്ട് മൈ കുട്ടി ഇൻ ഇംഗ്ലീഷ് മീഡിയം. പക്ഷെ ലാസ്റ്റ് 2 ദിവസമായിട്ട് മൈ കുട്ടി ഈസ് നോട്ട് സംസാരിക്കൽ വിത്ത് മീ. അവള് പറയുന്നു വീട്ടിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു. അമ്മയുടെ ലാംഗ്വേജ് പോക്കാണ്, അതുകൊണ്ട് അവളുടെ ലാംഗ്വേജ് പോകുന്നു പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നില്ല. ദയവ് ചെയ്ത് ഡോൺ നിർബന്ധിക്കൽ മൈ കുട്ടി വർത്താനം പറയാൻ വീട്ടിൽ ഇംഗ്ലീഷ്. ഓക്കെ, ദിസ് ഈസ് മലയാളീസ് ഹോം ആൻഡ് ഞാൻ തീരുമാനിക്കും ഇവിടെ എന്ത് സംസാരിക്കണമെന്ന്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ എനിക്ക് കുട്ടിയെ സ്കൂളിലോട്ട് വിടേണ്ട കാര്യമുണ്ടോ മാഡം?